ദിവസം, അതായത് ഞാൻ സാറിനെ ആക്ച്വലി സാർ കൊല്ലംകാരനാണ്, ഞാനും പ്രോപ്പർ കൊല്ലം തന്നെയാണ്. പക്ഷേ ഞാൻ ഇവിടെ വന്നിട്ടാണ് മനോജ് സാർ പറഞ്ഞും ഒക്കെയാണ് ഞാൻ സാറിനെ പറ്റി അറിയുന്നത്. കാരണം നമ്മളൊരു പ്രൊഫഷണൽ കൗൺസിലറെ ഇവിടെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മനോജ് സാറാണ് സാധാരണ എക്സ്പേർട്സിനെ ഇങ്ങനെ ഓരോ ദിവസം എനിക്ക് ഓരോ ബയോഡേറ്റയുമായിട്ട് ഒരു എക്സ്പേർട്ട് ലിസ്റ്റ് ആയിട്ട് വരും. ഇപ്പം ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആണെങ്കിലും കൗൺസിലർ ആണെങ്കിലും സാറിന് ഒരുപാട് കോണ്ടാക്ട്സ് ആണ്. അപ്പം അങ്ങനെ ആണ്. അപ്പം എന്നോട് പറഞ്ഞു, മനോജ് സാർ പറഞ്ഞു, ടീച്ചറിനെ അറിയാമായിരിക്കും, കൊല്ലമാണ് സാറിൻ്റെ വീട് എന്ന് പറഞ്ഞപ്പോൾ എനിക്കറിയില്ല. കാരണം ഞാൻ കൊല്ലമാണ് വീടെന്നേ ഉള്ളൂ. ഞാൻ 30 വർഷം ചെങ്ങന്നൂരായത് കൊണ്ട് തന്നെ എനിക്ക് കൊല്ലത്തിനേക്കാൾ നന്നായിട്ട് അറിയാവുന്നത് ചെങ്ങന്നൂരാണ്. അപ്പം ഞാൻ പറഞ്ഞു എനിക്കറിയില്ല സാറിന്, ഞാൻ ഇതെല്ലാം അന്വേഷിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ജസ്റ്റ് സാറിൻ്റെ പ്രൊഫൈലൊക്കെ നെറ്റിലൊക്കെ കയറി നോക്കി. അങ്ങനെയാണ് സാറിനെ മനസ്സിലാക്കുന്നത്. അങ്ങനെ വിളിച്ചു. സാറ് പറഞ്ഞു എന്നോട്, വിളിച്ചോ, ഒരു കുഴപ്പമില്ല, വിളിക്കുന്നതുകൊണ്ടൊന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ സാർ ഇവിടെ വന്നു, കുട്ടികൾക്ക് ക്ലാസ് എടുത്തു. അപ്പോഴാണ് ഞാൻ സാറുമായിട്ട്, ഡീനുമായിട്ടും മനോജ് സാറുമായിട്ടൊക്കെ സംസാരിച്ച് എന്താ നമ്മുടെ ഫാക്കൽറ്റിക്ക്, അതായത് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു 31 years എക്സ്പീരിയൻസ് ഉള്ളൊരു ഫാക്കൽറ്റിയാണ്. അപ്പം ഞാൻ ഒരുപാട് ബാച്ച് സ്റ്റുഡൻസിനെ, അതായത് 93 ജോയിൻ ചെയ്ത കുട്ടികളെ തുടങ്ങി പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പം ഈ കുറച്ച് ഈ പ്രിൻസിപ്പൽ ചാർജ് ആയതിനു ശേഷമാണ് ക്ലാസ്സുകൾ അധികം എടുക്കാത്തത്. HOD ആയിരുന്ന സമയത്തൊക്കെ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം പല ജൂനിയർ ടീച്ചേഴ്സ്, ഇപ്പം ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേര് യങ്സ്റ്റേഴ്സ് ആണ്. അപ്പോൾ അതുപോലെയുള്ള ഒരുപാട് പേര് ഞാൻ മോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ അവിടെ ചെങ്ങന്നൂരിലെ കമ്പ്യൂട്ടർ സയൻസിലെ ഫാക്കൽറ്റി മെമ്പേഴ്സിനെ. അപ്പോൾ അവർ പലരും ഞാൻ അവിടുന്ന് ട്രാൻസ്ഫർ ആയി പോകുന്നതിന് ശേഷം എന്നോട് അവിടുത്തെ റെഗുലർ സ്റ്റാഫ് പലരും പറഞ്ഞിട്ടുണ്ട്, അന്ന് ഞാൻ അവരെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞ് കുറ്റം പറഞ്ഞ പല ആൾക്കാർ പോലും ഞാനിങ്ങ് പോകുന്നതിന് ശേഷം മിസ് മോൾഡ് ചെയ്തതുകൊണ്ടാണ് അവർ ഇത്രയും ഏബിളായിട്ട് വർക്ക് ചെയ്യുന്നത് എന്നൊരു അഭിപ്രായം എന്നെ വിളിച്ചു പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു, ഇപ്പം ഇവിടെയുള്ള പല യങ്സ്റ്റേഴ്സിനെയും ഞാനിങ്ങനെ കാണുന്നു, സംസാരിക്കുന്നു. കുറച്ച് പേര്, ചുരുക്കം വളരെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ കൂടുതലായിട്ട് അടുപ്പമുള്ളൂ. എല്ലാവരെയും അത്രയും അറ്റാച്ച്മെൻറ്റോ അല്ല അടുപ്പമോ എനിക്ക് വരില്ല. കാരണം ഞാൻ ആ കസേര മാറിയിരിക്കുന്നുണ്ട്. HOD ആയിട്ടിരിക്കുവാണെങ്കിൽ നമ്മൾ കൂടുതൽ ഇൻട്രാക്ട് ചെയ്യേണ്ട അവസരങ്ങൾ വരും. അപ്പം അങ്ങനെ വന്നപ്പോഴാണ് ഇവരും ഈ യങ്സ്റ്റേഴ്സും ഞങ്ങളുടെ ഒരു ജനറേഷനും തമ്മിൽ ഒരുപാട് ഗ്യാപ്പ്, കുട്ടികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതിലും ക്ലാസ്സസ് ഡീൽ ചെയ്യുന്നതിലും ഒക്കെ വ്യത്യാസമുണ്ടോ, അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഇവരോട് രണ്ടുപേരോടും പറഞ്ഞത്, നമുക്ക് സാറിൻ്റെ ഒരു ക്ലാസ്, ഞങ്ങൾ വേറൊരു എക്സ്പേർട്ടിനെയൊക്കെ കണ്ടു വെച്ചതാണ്. അപ്പം ഇത് സംസാരിച്ച് കഴിഞ്ഞപ്പം അജിൽ സാറും മനോജ് സാറും അവർ ടോട്ടലി എഗ്രി ചെയ്യുന്നുണ്ട്. അജിൽ സാർ അക്കാഡമിക് ഡീനാണ്. കാരണം ഇവിടുത്തെ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ, എല്ലാ കാര്യങ്ങളും അക്കാഡമിക്സും അവരുടെ ബിഹേവിയറും എല്ലാം ഇമ്പ്രൂവ് ചെയ്യേണ്ടത് സാറിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ്, എന്നേക്കാൾ കൂടുതൽ. കാരണം ഡീൻ അക്കാഡമിക്സ് ആണ് സാർ. അപ്പം PT ഞങ്ങൾക്ക് എല്ലാം ഫണ്ട് ചെയ്യുന്നത് PT ആണ്. ഞാൻ സാറോട് നേരത്തെ ഓൾറെഡി പറഞ്ഞു, ഞങ്ങൾക്ക് ഫണ്ടൊക്കെ കുറവാണ്, ഞങ്ങളുടെ സാമ്പത്തികം മൊത്തം മനോജ് സാറാണ്. PT എന്നാണ് ഞങ്ങളുടെ സാമ്പത്തികമൊക്കെ. PT രണ്ടുപേരും ഇല്ലാതെ ഞാനിത് ലീഡ് ചെയ്ത് കൊണ്ടുപോയിട്ട് കാര്യമില്ല. അപ്പോൾ അവരൊക്കെ പറഞ്ഞതനുസരിച്ച് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ക്ലാസ് ഞങ്ങൾ ആദ്യം സ്റ്റാർട്ടിങ് തുടങ്ങിയപ്പം ചിന്തിച്ചത് ഞങ്ങളുടെ ജൂനിയർ സ്റ്റാഫിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമ്മളൊക്കെ പൂർണ്ണരാണ്, നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാം എന്നുള്ള രീതിയിൽ നമ്മുടെ ജൂനിയർ സ്റ്റാഫിന് നമ്മൾ പ്രോപ്പറായിട്ട് ഒരു ട്രെയിനിങ് കൊടുക്കണം, അവരെ അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ തുടങ്ങിയത്. പിന്നെ ഗ്രാജുവലി സാറിൻ്റെ സംസാരമൊക്കെ പലപ്പോഴും സാറിനോട് സംസാരിച്ചും ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ഇത് മൊത്തത്തിലാക്കിയല്ലോ. അപ്പോൾ ആദ്യം ഞങ്ങളൊരു നോട്ടീസ് ഇട്ടു, ഫാക്കൽറ്റി മെമ്പേഴ്സ് ആദ്യം ഒരു നോട്ടീസ് ഇട്ടു. അത് കഴിഞ്ഞപ്പം അജിൽ സാർ പറഞ്ഞു നമുക്ക് ലാബിലുള്ള ടെക്നിക്കൽ സ്റ്റാഫിനും കൂടി ഇത് കൊടുക്കണം, അവരും സ്റ്റുഡൻസായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്തു. അപ്പോൾ ഞങ്ങൾ അത് ടെക്നിക്കൽ സ്റ്റാഫിലേക്ക് വെച്ചു. വീണ്ടും ഇന്ന് രാവിലെ വന്നിട്ട് ഞാൻ ഓഫീസിലും പോയിട്ട് അവരെയും കൊണ്ടുപോയി. അപ്പം അതാണ് സൂപ്രണ്ട് അഭിരാമി, അവരൊക്കെ ഓഫീസിലെ സ്റ്റാഫാണ്. അപ്പോൾ അവരെയും എല്ലാം ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചു. കാരണം കുട്ടികൾ നമ്മളോട് മാത്രമല്ല ഇൻട്രാക്ട് ചെയ്യുന്ന, ഓഫീസിലും ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാവരും അറിയേണ്ട കാര്യങ്ങൾ. പിന്നീട് എനിക്ക് മനസ്സിലായൊരു കാര്യം, സാറിനോട് ഞാൻ ഇത് തുടങ്ങുമ്പം ഇങ്ങനെ എന്തൊക്കെയാണ് ഷോർട്ട് ഫോൾസ് എന്നുള്ളത് നേരത്തെ ഒരിക്കൽ ഞാൻ പറഞ്ഞിരുന്നു സാർ. അപ്പോൾ സാർ ഇങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു, അതൊന്നും അറിയേണ്ട കാര്യമില്ല. ഞാൻ എപ്പോഴും എൻ്റെ അടുത്ത് വരുന്ന ഒരാൾക്ക് എല്ലാവർക്കും ഒരേ കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷെ ഇന്ന് എനിക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലായി. കാരണം എല്ലാ കാര്യങ്ങളും സാർ ടച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പം നമുക്ക് ഫാമിലി ലൈഫിലാണെങ്കിലും, നമ്മുടെ സ്റ്റുഡൻസിൻ്റെ അടുത്താണെങ്കിലും, ആസ് എ ഫാക്കൽറ്റി ആണെങ്കിലും, നമ്മുടെ സമൂഹത്തിലാണെങ്കിലും, ഏത് രീതിയിലാണ്, ഏത് പെർസ്പെക്റ്റീവിലാണെങ്കിലും പ്രയോജനം വരുന്ന രീതിയിലാണ് സാർ ഇന്ന് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. ഓരോ പോയിന്റ്സും വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ്. അപ്പോൾ നമുക്ക് ഏറ്റവും ഏത് മനുഷ്യനും, എത്ര എഡ്യൂക്കേറ്റഡ് അല്ലാത്ത ആൾക്കാർക്കും മനസ്സിലാകുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ട്
സാർ ഓരോരോ കാര്യങ്ങൾ പ്രസന്റ് ചെയ്തു. അപ്പം എല്ലാവർക്കും ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും തന്നെ എല്ലാവരും എൻജോയ് ചെയ്തു, നന്നായി എൻജോയ് ചെയ്തു. കാരണം ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ഇപ്പൊ അഭിരാമി ഒരു മിസ്റ്റേക്ക് പറഞ്ഞു, അല്ലെ വേറൊരാളൊരു മിസ്റ്റേക്ക് പറഞ്ഞു, ഒരിക്കലും സാർ അതിനെ ബ്ലോക്ക് ചെയ്യുന്നില്ല അല്ലെ. അപ്പൊ നമ്മൾക്ക് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാം. പക്ഷെ ഒരാൾ ചോദ്യം ചോദിച്ചാൽ പറയാൻ മടിയാ, ഇത് തെറ്റിപ്പോവോ, ഞാൻ പറഞ്ഞിട്ട് ഞാൻ ബാക്കിയുള്ളവരുടെ മുന്നിൽ കളിയാക്കി, ബാക്കിയുള്ളവർ കളിയാക്കില്ലേ, നമ്മൾ എന്ത് തെറ്റ് വിളിച്ച് പറഞ്ഞു, എത്ര പൊട്ടത്തരം വിളിച്ച് പറഞ്ഞു. ആ ഒരു ഇൻഹിബിഷൻ ഉണ്ട്, നമ്മൾ എല്ലാ ഹ്യൂമൻസിനും ഉണ്ട് നമുക്കൊരു ഇൻഹിബിഷൻ, പറയാനുള്ള ഇൻഹിബിഷൻ. അപ്പൊ അത് വേണ്ട എന്നാണ് ഇന്നത്തെ സാറിന്റെ ക്ലാസ്സിൽ നിന്ന് നമ്മൾ ഓരോരുത്തരും പഠിച്ചത്. കുറച്ച് പേർക്കൊക്കെ അത് അറിയായിരിക്കും, ഒരു ഇൻഹിബിഷന്റെ ആവശ്യമില്ല, എത്ര പൊട്ടത്തരാണെങ്കിലും വിളിച്ച് പറയണം, അത് മടിയില്ലാതെ പറയാനുള്ളൊരു ധൈര്യം അത് ശരിക്കും നമുക്ക് ഉണ്ടാവണം. എന്നാൽ മാത്രമേ നമ്മൾ ഉയർന്നു പോകല്ലേ. എപ്പോഴും നമുക്ക് ഫുൾ നോളജബിൾ ആയിരിക്കും, നമ്മൾ നിങ്ങൾ മിണ്ടാതിരിക്കും. ഇത് തന്നെയാണ് പല കുട്ടികൾക്കും ഇന്റർവ്യൂ ബോർഡ് ഫേസ് ചെയ്യുന്ന സമയത്തും ഉണ്ടാകുന്നത്. അറിയാമെങ്കിലും മിണ്ടാൻ വയ്യ, അല്ലെങ്കിൽ മിണ്ടാനുള്ള മടി, അല്ലെങ്കിൽ ഞാൻ പറയുന്ന തെറ്റ് അവരെ കേട്ടിട്ട് അയ്യോ അവരെന്നെ പറ്റി എന്ത് വിചാരിക്കും, മറ്റൊരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, അങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും സക്സസ്ഫുൾ ആവാൻ പറ്റില്ല. അപ്പൊ അത് ഏറ്റവും വലിയൊരു പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നി. അപ്പൊ ഈ ഇന്നത്തെ ദിവസത്തെ ക്ലാസ് 100% ഇവിടെ ഇരുന്ന എല്ലാവരും തന്നെ ആസ്വദിച്ചു, എല്ലാവരും അത് ഉള്ളിലേക്ക് എടുത്തു, അത് എടുക്കേണ്ട അതേ സെൻസിൽ തന്നെ എല്ലാവരും ഉള്ളിലേക്ക് എടുത്തു. അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട്. നമുക്ക് ഇനിയും അവസരങ്ങൾ ഉണ്ടാക്കി ഇതുപോലെയുള്ള സാറിൻ്റെ ക്ലാസ്സുകൾ കണ്ടിന്യൂ ചെയ്യണം എന്ന് തന്നെയാണ് നമ്മൾ ആലോചിച്ചിട്ടുള്ളത്. അത് എന്തായാലും നടത്തണം എന്ന് തന്നെ ആഗ്രഹിക്കും. പിന്നെ ഇത്രയും നന്നായിട്ട് സാർ ഇത്രയും നേരം സംസാരിച്ചു. സാർ വെള്ളമൊക്കെ കുടിക്കുന്നുണ്ടായിരുന്നു, നമ്മൾ വെള്ളം കുടിച്ചില്ല, നമ്മളൊക്കെ അവിടെ ഇരിക്കുമായിരുന്നു. എനിക്ക് വെള്ളം കുടിക്കാൻ പോകണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ സാറിന് ഇഷ്ടമില്ലാന്ന് എനിക്ക് തോന്നി. ഇടയ്ക്ക് ഇറങ്ങിപ്പോയി കയറി വരുന്ന ഡിസ്റ്റർബൻസ് ആവും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോകാൻ. എനിക്ക് വെള്ളം കുടിക്കാതിരിക്കാൻ പറ്റുന്ന ഒരാളല്ല, എന്നാൽ പോലും എനിക്ക് കിഡ്നി സ്റ്റോണിന്റെ കംപ്ലൈന്റ് ഉണ്ട്, അതൊക്കെ എനിക്ക് വെള്ളം കുടിക്കണം. അപ്പൊ ഞാൻ അതിന് പോലും പോകാതെ എവിടെ ഇരുന്നത് സാറിനെ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വെച്ചിട്ടാണ്. കാരണം ഒരു ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി പിന്നെ കയറി വന്നു, അത് ശരിക്കും ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. പിന്നെ ഒരു പ്രിൻസിപ്പൽ എന്നുള്ള നിലയിൽ എനിക്ക് ഇന്ന് ഞാൻ വളരെയധികം ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യം, എപ്പോഴും ഫാക്കൽറ്റി മീറ്റിംഗ് വെക്കുന്ന സമയത്ത് വരാറില്ല ഇവിടെ. അപ്പൊ എത്ര നമ്മൾ പറഞ്ഞാലും എത്ര പ്രാവശ്യം മെസ്സേജ് ഇട്ടാലും സമയത്ത് വരത്തില്ല. 2 മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2:15 ആവും വരാൻ അല്ലെ. അപ്പൊ അത് എനിക്ക് മാത്രമല്ല, സാർ അതിൽ വളരെ പ്രോംപ്റ്റാണ്, വളരെ ഷാർപ്പാണെന്ന് ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇതുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഞാൻ ഗുണം പ്രതീക്ഷിക്കുന്നത്, ഞാനിവിടെ വിളിക്കുന്ന സ്റ്റാഫ് മീറ്റിങ്ങിൽ നിങ്ങൾ കറക്റ്റായിട്ട് ഞാൻ വെക്കുന്ന സമയത്തിനേക്കാളും മുന്നേ നിങ്ങൾ ഇവിടെ വന്നിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ. അപ്പൊ സാറിന് ഇത്രയും സാർ കൊല്ലത്തുനിന്ന് ഇവിടെ വരെ കാർ ഓടിച്ച് ഇവിടെ വന്ന് ഇത്രയും സമയം നമ്മളുടെ കൂടെ സ്പെൻഡ് ചെയ്ത് സാറിന്റെ എനർജി ഫുൾ എടുത്തിട്ടാണ് സാർ സംസാരിക്കുന്നത്. നമ്മൾ നോർമലി ക്ലാസ് എടുക്കുന്ന പോലെയല്ല, സാറിന് ഫുൾ എനർജി നമുക്ക് വേണ്ടിയിട്ട് ഈ ഒരു 3-3.5 മണിക്കൂർ സാറ് സംസാരിച്ചു. അപ്പം ഞാൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കരുനാഗപ്പള്ളിയുടെ പേരിൽ സാറിനൊരു